വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരവർപ്പിച്ച് ആദ്യ ദിവസം തന്നെ സഭ പിരിയും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ സഭയെ പ്രക്ഷുബ്ധമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. LDF സ്വതന്ത്രനായി നിയമസഭയിലെത്തിയ PV അൻവറിന് ഇനി സീറ്റ് പ്രതിപക്ഷ നിരയിലാണെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമായിരിക്കും. ഷെബീദ് റാവുത്തർ ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷെബീദ് റാവുത്തർ. വിശദാംശങ്ങളുമായി അദ്ദേഹം ചേരുകയാണ്. ഷെബീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ആയുധങ്ങളുമായിട്ടാണ് സഭാതലത്തിലേക്ക് പ്രതിപക്ഷം ഇന്നു മുതൽ സഭയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്നു മുതൽ തുടക്കമാകും. പ്രകൃതി ദുരന്തങ്ങൾ മരിച്ചവർക്ക് ആദരവർപ്പിക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ സഭയുടെ അജണ്ട, അല്ലെങ്കിൽ സഭാ നടപടി. അത് ഒഴിച്ചു നിർത്തിയാൽ ആകെ സഭ സമ്മേളിക്കുക 8 ദിവസം മാത്രമായിരിക്കും. അതിനുള്ളിൽ സഭയെ പിടിച്ചുകുലുക്കാൻ പ്രതിപക്ഷത്തിന്റെ പക്കൽ ആയുധങ്ങൾ നിരവധിയാണ്. അത് PV അൻവർ മുതൽ PR ഏജൻസി വിവാദം വരെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ സർക്കാരും CPM-ഉം മുഖ്യമന്ത്രിയും നിയമസഭയിൽ മറുപടി പറയേണ്ടി വരും. അങ്ങനെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പോലെ അഴകുഴമ്പൻ മറുപടിയൊന്നും നിയമസഭാ തലത്തിൽ പറഞ്ഞൊഴിയാനാവില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മലപ്പുറം വിവാദ പരാമർശത്തിലും ഈ PR ഏജൻസി വിവാദത്തിലും സഭയിൽ എന്ത് നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്നുള്ളത് ഒരു രാഷ്ട്രീയ ആകാംക്ഷയാണ്. മാത്രവുമല്ല, ഈ ഒടുവിലെ സഭാ സമ്മേളനം വരെ ഈ സർക്കാരിന്റെ ചാവേറായിരുന്നു PV അൻവർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ അൻവർ ഇന്നു മുതൽ നിയമസഭ ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുക പ്രതിപക്ഷ നിരയിലായിരിക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുന്നണിയിൽ പോലും ആരും ഏറ്റെടുത്തില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞ തവണ വിവാദത്തിലായ ആളാണ് അൻവർ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് RSS ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയമായി സഭാതലത്തിൽ ചർച്ചയാക്കുക എന്നുള്ള കാര്യം, അത് പ്രതിപക്ഷം കാര്യമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു വരും എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾക്ക് CPIയുടെ നിയമസഭയിലെ അവരുടെ നിലപാടടക്കം ശ്രദ്ധേയമായി മാറുകയും ചെയ്യും. തൃശൂർ പൂരം കലക്കലാണ് മറ്റൊരു ആക്ഷേപമായി പ്രതിപക്ഷം ഉയർത്താൻ പോവുക, മറ്റൊരു ആയുധമായി പ്രതിപക്ഷം ഉയർത്താൻ പോവുക. ത്രിതല അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ അത് പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചത് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ ആ തീരുമാനം അറിയിച്ചിരുന്നു. പക്ഷേ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾ പലതാണ്. പ്രത്യേകിച്ച് RSSുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി നിയമസഭയിൽ മാറ്റും, നിയമസഭാ രേഖകളാക്കി മാറ്റും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും സംസ്ഥാന സർക്കാരിന് തുടർ നടപടികൾക്കും സംസ്ഥാന സർക്കാരിന് നിയമസഭയിൽ മറുപടി വരും. അതിനിടെയാണ് മറ്റൊരു തലവേദന കൂടി സർക്കാരിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും വന്നത്. നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് നക്ഷത്രചിഹ്നം ഒഴിവാക്കിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാതി അത് സ്പീക്കർക്ക് മുന്നിലുണ്ട്. സ്പീക്കറിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ക്രമപ്രശ്നമായ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഒക്ടോബർ 18-നാണ് സഭ അവസാനിക്കുക. അതുവരെ സഭാതലം പ്രക്ഷുബ്ധമാകും. മുഖ്യമന്ത്രിയും സർക്കാരും സഭയിൽ പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ വിയർക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഷെബീദ് റാവുത്തർ.